അഖിൽ സാറാണ്. നിങ്ങൾക്ക് രണ്ടാം പാർട്ടിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള ആഡിങ് വിത്തൗട്ട് ആഡിങ് എന്നുള്ള പാഠം മുതലാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ബുക്ക് എല്ലാം എടുത്തു വെക്കുക, മുമ്പിൽ എടുത്തു വെക്കുക. ഞാൻ പറയുമ്പോൾ നോട്ട്സ് എഴുതുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ആദ്യത്തെ ഭാഗം വാട്ട് ഈസ് ഹിഡൻ. എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? കണ്ടാൽ തന്നെ അറിയാം ഇത് ഒളിഞ്ഞിരിക്കുന്നത് എന്താ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 7 × 7 49 അല്ലേ? 7 × 7 എന്താ? 49. ദെൻ 8 × 6 48. ഓക്കെ, 6 × 9 54. ഇതുപോലെ എല്ലാത്തിൻ്റെയും ആൻസർ കണ്ടുപിടിക്കുക. ഇതിൻ്റെയും എല്ലാത്തിൻ്റെയും ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ ഇപ്പോൾ കണ്ടുപിടിച്ചതിന് ശേഷം ആ ആൻസർ എന്താണോ കിട്ടുന്നത്, അതായത് 7 × 7 49 കിട്ടിയല്ലേ? ആദ്യത്തെ 49 എന്ന പാട്ട് ഇങ്ങനെ കളർ കൊടുക്കുക. അതുപോലെ 8 × 6 എന്താ കിട്ടിയത്, 6 × 9 എന്താണോ കിട്ടിയത്, ആ ഭാഗത്തെല്ലാം കളർ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഫസ്റ്റ് എക്സസൈസ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, പെൻസിൽ കൊണ്ട് കളർ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അടുത്ത് നിങ്ങൾ നോട്ട് ബുക്ക് എടുക്കുക. എന്നിട്ട് ഹെഡിങ് എഴുതുക ബർത്ത്ഡേ. നോട്ട് ബുക്ക് എടുക്കുക, എന്നിട്ട് ബർത്ത്ഡേ എന്നുള്ള ഹെഡിങ് എഴുതുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുക. ടുഡേ ഈസ്, ഇത് മുഴുവൻ, ടുഡേ ഈസ് Manu's birthday. 5 packets of milk were bought to make payasam. The price of 1 packet is 18 rupees. What is the total price? പോസ് ചെയ്ത് നിങ്ങൾ എഴുതിയതിന് ശേഷം തിരിച്ചു വരിക. ഇപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ടുഡേ ഈസ് Manu's birthday. ഇന്ന് മനുവിൻ്റെ ബർത്ത്ഡേ ആണ്. 5 packets of milk were bought to make payasam. 5 പാക്കറ്റ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെടുത്തേക്കാണ്. ദ പ്രൈസ് ഓഫ് 1 പാക്കറ്റ് ഈസ് 18 rupees. ഒരു പാക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 18 രൂപയാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്? ടോട്ടൽ പ്രൈസ് എത്രയായിരിക്കും എന്നാണ് ഇവിടെ ചോദിച്ചത്. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇന്ന് മനുവിൻ്റെ ബർത്ത്ഡേ ആണ്. മനുവിൻ്റെ ബർത്ത്ഡേക്ക് പായസം ഉണ്ടാക്കണം. പായസം ഉണ്ടാക്കിയപ്പോൾ ഒരു 5 പാക്കറ്റ് പാലാണ് ഇവർ വാങ്ങിയത്. ഒരു പാക്കറ്റിന് 18 രൂപ. അപ്പോൾ 5 പാക്കറ്റിന് എത്ര വരും? അപ്പോൾ 5 വട്ടം 18 പ്ലസ് ചെയ്യണം അല്ലേ? അപ്പോൾ നോട്ട് ബുക്കിൽ എഴുതുക 18 + 18 + 18 + 18 അല്ലേ? 5 വട്ടം. ഒരു പാലിന് 18, രണ്ടാമത്തെ പാലിന് 18, മൂന്നാമത്തെ പാലിന് 18, നാലാമത്തെ പാലിന് 18, അഞ്ചാമത്തെ പാലിന് 18, എല്ലാം 18 ആണ്. 5 പാൽ വാങ്ങി, അങ്ങനെ ഇല്ല 18ഉം പ്ലസ് ചെയ്യാം. ഈ എല്ലാ പ്ലസ് ഇത് ബുദ്ധിമുട്ടാണല്ലേ, ഇത്രയും 18 ഒക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ 18 എത്ര വട്ടം ഉണ്ട്? 1 2 3 4 5 5 18 ഉണ്ടല്ലേ? അപ്പോൾ 5 × 18 എന്ന് നമുക്ക് എഴുതിയൂടെ? ഓക്കെ, 5 × 18. നമുക്കിങ്ങനെ ഒരുപാട് ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 18 എന്നാണ് എഴുതാം. ഓക്കെ അല്ലേ? 5 × 18 എന്ന് എഴുതി. 5 × 18 എന്ന് എഴുതിയതിന് ശേഷം എങ്ങനെയാണ് ഇനി 5 × 18 കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം ഇവിടെ ഒരു ടേബിൾ കണ്ടില്ലേ? ആ ടേബിൾ നോക്കുക. എന്താണ്? 5. ഈ ആദ്യമുള്ള 5 × 18 ആദ്യത്തെ 5 ഇതാ അവിടെ. ഓക്കെ, 18 എന്ന് പറയുന്നത് ഇതാ ആദ്യം 10ഉം പിന്നെ 8ഉം വെവ്വേറെ വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായി? 10 + 8 എന്താണ്? 18 അല്ലേ? അപ്പോൾ ഈ ബോക്സ് മുഴുവൻ 18ഉം ഇവിടെ മുഴുവൻ 5ഉമാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിനെ വിഭജിക്കാം. 18 × 5 എന്ന് പറഞ്ഞാൽ
18 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 5 പ്ലസ് 8 ഇൻറ്റു 5 ആണ്. ഓക്കെ, അടിയിൽ എഴുതിയ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതുക 18 ഇൻറ്റു 5 ഈക്വൽ ടു 10 ഇൻറ്റു 5 പ്ലസ് 8 ഇൻറ്റു 5. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെ കിട്ടിയത്? 18 ഇൻറ്റു 5 അവിടെ 10 ഇൻറ്റു 5 ആദ്യം എഴുതാം. ഓക്കെ, 10 ഇൻറ്റു 5 പ്ലസ് 8 ഇൻറ്റു 5. ഓക്കെ അല്ലേ? ഈക്വൽ ടു 50 പ്ലസ് 40. 10 ഇൻറ്റു 5 എന്താണ്? 50. 8 ഇൻറ്റു 5 40. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. 50 പ്ലസ് 40 ഈക്വൽ ടു 90. 90 നമുക്ക് ആൻസർ. എങ്ങനെയാണ് ഇത് കിട്ടിയത്? നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ആദ്യം 18 ഇൻറ്റു 5 ഇങ്ങനെ എഴുതി. അതിനുശേഷം നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് അല്ലേ? 10 ഇൻറ്റു 5 50 ആണ് കിട്ടിയത്. ആദ്യം 50 എഴുതി. ആദ്യം 40 എഴുതുക, പിന്നെ 50 എഴുതുക. ഓക്കെ, ആദ്യം ഇവിടെ 40 എഴുതുക, പിന്നെ ഇവിടെ 50 എഴുതുക. ടോട്ടൽ 90 ആൻസർ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 8 ഇൻറ്റു 5 ആണ്. ഇതെന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതേപോലെ എഴുതി വെക്കുക. ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. 18 ഇൻറ്റു 5 നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അത് രണ്ടാക്കി 10 ഇൻറ്റു 5ഉം 8 ഇൻറ്റു 5 ആക്കി മാറ്റി. കാരണം 10 പ്ലസ് 8 എന്താണ്? 18 തന്നെയാണ്. അപ്പോൾ 10 ഇൻറ്റു 5 8 ഇൻറ്റു 5 വേറെ കണ്ടുപിടിച്ചു. അതിനുശേഷം അത് രണ്ടും പ്ലസ് ചെയ്തപ്പോൾ 50 പ്ലസ് 40 90 എന്നുള്ള ആൻസർ എനിക്ക് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാം. സപ്പോസ് ഇൻസ്റ്റെഡ് ഓഫ് 5 പാക്കറ്റ്സ് 5 പാക്കറ്റ് മിൽക്കിന് പകരം 12 പാക്കറ്റ് മിൽക്കാണ് അവർ വാങ്ങിയത്. ഓക്കെ, 5 പാക്കറ്റ് കൊടുന്നു വന്നപ്പോൾ ഇത്രയും പോരാ, ഇനിയും ആൾക്കാർ വരാണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? 12 പാക്കറ്റ് കൂടെ വാങ്ങി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എഴുതുക. സപ്പോസ് ഇൻസ്റ്റെഡ് ഓഫ് 5 പാക്കറ്റ്സ് ഓഫ് മിൽക്ക് 12 പാക്കറ്റ്സ് ഓഫ് മിൽക്ക് വർ ബൗട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ എഴുതുക. ഇനി എങ്ങനെ 5 പാക്കറ്റ്സ് ഓഫ് മിൽക്കിന് പകരം 12 പാക്കറ്റ്സ് അവർ വാങ്ങിയെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു മിൽക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണല്ലേ? 18 ആണ്. അങ്ങനെയാണെങ്കിൽ 12 പാക്കറ്റ്സ് ഇവിടെ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര വട്ടം 18 പ്ലസ് ചെയ്യണം? 18 പ്ലസ് 12 വട്ടം പ്ലസ് ചെയ്ത് പോകണമല്ലേ? അത് നമുക്ക് എന്താണ്? ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 18 ഇൻറ്റു 12 എന്ന് എഴുതാം. ഓക്കെ, 18 ഇൻറ്റു 12 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, 18 ഇൻറ്റു 12 എന്ന് എഴുതി. ഈ 18 ഇൻറ്റു 12 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. കാണിച്ചു തരാം. 18 ഇൻറ്റു 12 ആണ്. നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഈ 18 10 പ്ലസ് 8 എന്ന് നമുക്ക് എഴുതാൻ കഴിയും. 12 10 പ്ലസ് 2 എന്നും എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇല്ലേ? ഇതാണെന്നുണ്ടെങ്കിൽ 10 ഇൻറ്റു 10 പ്ലസ് 10 ഇൻറ്റു 10 പ്ലസ് ഇതവിടെ കണ്ടോളൂ. 10 ഇൻറ്റു 10 പ്ലസ് 10 ഇൻറ്റു 2 പ്ലസ് 8 ഇൻറ്റു 10 പ്ലസ് 8 ഇൻറ്റു 2. ഓക്കെ, അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഈ ടേബിള് ശരിക്കും നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 18 സ്പ്ലിറ്റ് ചെയ്തിട്ട് 10ഉം 8ഉം ആക്കി മാറ്റി. 12 സ്പ്ലിറ്റ് ചെയ്തിട്ട് 10ഉം 2ഉം ആക്കി മാറ്റി. കണ്ടോ? ഇനി ഇതിന് ഓരോന്നും ഇൻറ്റു ചെയ്താൽ മതി. ആദ്യം ഈ 10ഉം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 10 ഇൻറ്റു 10 100 കിട്ടി. പിന്നീട് ഈ 10ഉം ഈ 8ഉം മൾട്ടിപ്ലൈ ചെയ്തു. 8 ഇൻറ്റു 10. പിന്നെ 2ഉം പിന്നെ ഈ 10ഉം 10 ഇൻറ്റു 2 20.
പിന്നെ 2 ആൻഡ് 8 8 ഇൻറ്റു 2 16. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിൻ്റെ ആൻസർ കിട്ടുക 216 എന്നുള്ള ആൻസർ കിട്ടുന്നത്. അപ്പോൾ നോട്ട് ബുക്കിൽ കറക്റ്റായിട്ട് എഴുതുക. 8 ഇൻറ്റു 12 ഈക്വൽ ടു 10 ഇൻറ്റു 10 പ്ലസ് 10 ഇൻറ്റു 2 പ്ലസ് 8 ഇൻറ്റു 10 പ്ലസ് 8 ഇൻറ്റു 2 എന്ന് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ അല്ലേ? ടു ഫൈൻഡ് 18 ഇൻറ്റു 12 we can also multiply 18 by 2 and 10 and add. നമുക്ക് ഈ മെത്തേഡും ഉപയോഗിക്കാം, വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ 12നെ മാത്രം സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ 18നെ കൂടെ സ്പ്ലിറ്റ് ചെയ്തു, ഇവിടെ 12നെ മാത്രം സ്പ്ലിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 8 ഇൻറ്റു 10, 12നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 10 ആയിട്ടും 2 ആയിട്ടാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 18 ഇൻറ്റു 10, ആദ്യത്തെ 10 വന്ന് ഇനി 2 വരാൻ, പ്ലസ് 8 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 216 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇതും നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ പകർത്തി എഴുതുക. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതെങ്ങനെ എഴുതാം, ഇത് ഞാൻ എഴുതി തരാം. 18 ഇൻറ്റു 12, 18 ഇൻറ്റു 12 എത്രയാണ്? 18 ഇൻറ്റു 12 നമ്മൾ ആദ്യം 18 ഇൻറ്റു 10 കണ്ടല്ലേ, 18 ഇൻറ്റു 10 കണ്ടു. 18 ഇൻറ്റു 2 ആക്കാം. 18 ഇൻറ്റു 2 കണ്ടു, എത്ര കിട്ടി? 36 കിട്ടി അല്ലേ. പിന്നെ 18 ഇൻറ്റു 10 കണ്ടു, 180 എന്നും ആൻസർ കിട്ടി. ടോട്ടൽ എത്ര? 216 എന്നും ആൻസർ കിട്ടും. ഇങ്ങനെ നമ്മൾ എഴുതണം. ഇവിടെ എന്ത് എഴുതണം? 18 ഇൻറ്റു 10 എന്ന് എഴുതണം, സ്പേസ് ഇല്ല. ഓക്കെ, 18 ഇൻറ്റു 10 എന്ന് എഴുതണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഈ അടുത്തത് ഒരു ബ്രെയിൻ വർക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ 25 ഇൻറ്റു 12 300 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്തത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നോക്കുക. കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരാം. നിങ്ങൾ എന്നോട് പറയണം അത് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലേ. കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, വേറൊരു വീഡിയോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ഭാഗമാണ് ഗിഫ്റ്റ്. ഓക്കെ, ഗിഫ്റ്റ് എന്നുള്ളൊരു ഭാഗം. മനുസ് ഫ്രണ്ട്സ് ഗേവ് എ ഡസൻ കളർ പെൻസ് ആസ് ഗിഫ്റ്റ്. മനുവിൻ്റെ ഫ്രണ്ട്സ് ഒരു ഡസൻ കളർ പെന്ന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഞങ്ങൾക്കും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ നല്ല കൂട്ടുകാരൊക്കെ. ഒരു ഡസൻ കളർ പെന്ന് ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. ദ പ്രൈസ് ഓഫ് 1 പെൻ ഈസ് 26 റുപ്പീസ്. ഒരു പെന്നിൻ്റെ വില എന്ന് പറയുന്നത് 26 രൂപയാണ്. ഹൗ മച്ച് ഡിഡ് ദേ സ്പെൻഡ് ടു ബൈ ദ പെൻ. അപ്പോൾ എത്ര രൂപയായിരിക്കും ഇവർ പെന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഗിഫ്റ്റ് എന്നുള്ള സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ബുക്കിൽ പകർത്തി എഴുതുക, പോസ്റ്റ് ചെയ്തിട്ട് പകർത്തി എഴുതുക. പകർത്തി എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി ഉള്ളത് ഒരു ഡസൻ പെന്ന്, കളർ പെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ മൂങ്ങയാണെന്ന് തോന്നുന്നു, മൂങ്ങ പറയുന്നുണ്ട് ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണെന്ന് പറഞ്ഞു. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ. നമ്മളെന്തെങ്കിലും വാങ്ങാൻ പോയ ഒരു ഡസൻ സാധനം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഡസൻ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 12 പെന്നാണ് നമ്മളെ മനുവിൻ്റെ അടുത്തുള്ളത്. ഒരു പെന്നിനാണ് വില 26. അപ്പോൾ 26 പ്ലസ് 12 വട്ടം ചെയ്യണ്ടേ. അതിൻ്റെക്കാൾ നല്ലതാണ് 26 ഇൻറ്റു 12 എന്ന് ചെയ്യുന്നത്. ഓക്കെ, 26 ഇൻറ്റു 12 നമുക്ക് ചെയ്യാം. 26 ഇൻറ്റു 12 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം, 12നെ സ്പ്ലിറ്റ് ചെയ്ത് 10 ആയിട്ടും 2 ആയിട്ടും ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 26 ഇൻറ്റു 10 പ്ലസ് 26 ഇൻറ്റു 2 എന്ന് എഴുതാം. എത്ര കിട്ടും? 260 പ്ലസ് 52 എന്ന് കിട്ടും. ആൻസർ എത്രയാണ്? 312 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, 212 എങ്ങനെ നമുക്ക് കിട്ടി? 26 ഇൻറ്റു 12 എന്നിങ്ങനെ എഴുതുക. എന്നിട്ട് ആദ്യത്തെ എന്താണ്? 26 ഇൻറ്റു 2 അല്ലേ, അതെന്താണ്? 52. 26 ഇൻറ്റു
സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എഴുതുന്നത്. 260 എന്ന് എഴുതും. ഓക്കെ, 260. ഇവിടെ 600 ആണ്. 213 312 എന്നുള്ള ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. കണ്ടോ, 312 എന്നുള്ള ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇനി വേറെ മെത്തേഡായിട്ട് നിങ്ങളിങ്ങനെ രണ്ടെണ്ണം സ്പ്ലിറ്റ് ചെയ്ത് കാണാതെ വേറെ വഴിയിലൂടെ നമ്മൾ കാണണം. എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. നമ്മളിങ്ങനെയാണല്ലോ അല്ലേ ചെയ്തത് അല്ലേ? ഇനി 26 × 12 കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 6 മൾട്ടിപ്ലൈ ചെയ്യുക. ശ്രദ്ധിച്ച് കേൾക്കുക, പ്രധാനപ്പെട്ട ഭാഗമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം 2 6 മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 6 എന്താ? 12 അല്ലേ? 12. 2 എന്ന് മാത്രം ഇവിടെ എഴുതുക. 12ൻ്റെ 2 മാത്രം. 1 എന്ത് ചെയ്തുക? റിമൈനിങ് ആയിട്ട് ഇവിടെയും എഴുതുക. ആദ്യം 2 6 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 12 എന്നുള്ള ആൻസർ കിട്ടും. 2 ഇവിടെ അടിയിൽ എഴുതുക. 1 എന്ന് പറഞ്ഞത് റിമൈൻഡർ ആയിട്ട് എഴുതാം. ഇനി 2 × 2 ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 എന്താ? 4 ആണ് അല്ലേ? റിമൈൻഡർ 1 ഉണ്ട്. അപ്പോൾ 4 + 5 4 + 1 5 എന്നുള്ള ആൻസർ കിട്ടും. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നീട് 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 12 എന്നുള്ള ആൻസർ കിട്ടി. 1 റിമൈൻഡർ കൊടുത്തു. പിന്നെ 2 × 2 എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 4 എന്ന് കിട്ടി. 4 + 1 5 എന്നുള്ള ആൻസറും കിട്ടി. ഓക്കെ, അടുത്തത് എന്താ വെച്ചാൽ അടുത്തത് 1നെ എന്ത് ചെയ്യുക? 6 മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം നമ്മൾ 2നെ 6 ആദ്യം മൾട്ടിപ്ലൈ, പിന്നെ 2നെ 2 ആണ്. അതേപോലെ 1 6 1 2 മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം 1 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 6 6 എന്നുള്ള ആൻസർ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 6 ഇതിൻ്റെ ഇടയിലാണ്, രണ്ടാമത്തെ ആളുടെ അടിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെയല്ല 6 എഴുതേണ്ടത്, മറിച്ച് ഇവിടെയാണ് 6 എഴുതേണ്ടത്. ഇതാണ് കറക്റ്റ്. ഓക്കെ, ഇനി 1 × 2 1 × 2 എന്താ? 2. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് ബാക്കിലേക്ക് വരിക. ഓക്കെ, എന്നിട്ട് അടിക്ക് ഇനി പ്ലസ് ചെയ്യാം. 2 ഒന്നുമില്ല, നേരെ അടിക്ക് ഇറങ്ങി വരിക. 5 + 6 എന്താണ്? 5 + 6 എന്താ? യെസ് 11. 1 റിമൈൻഡർ 1 + 2 3. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ ഇവിടെ കിട്ടി. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ ഉള്ളത് ഷാറിട്ട് നോട്ട് ബുക്കിൽ എഴുതിയ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത വർഷം കാണാം. താങ്ക് യു.